രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. പൌടിക്കോണത്തെ വീട്ടിൽ നിന്നാണ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തത്. വീഡിയോ ചെയ്യരുത് എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ പറഞ്ഞു. ഇവിടുന്ന് ലാപ്ടോപ്പാണ് എടുത്തത്. ലാപ്ടോപ്പ് അവർ എല്ലാം വെരിഫൈ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പം അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും കുറെ ടൈം എടുത്തു. ഇപ്പൊ ലാപ്ടോപ്പാണ് എടുത്തത്. ലാപ്ടോപ്പ് ഓഫീസിലായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു എന്നാണ് രാഹുൽ പറയുന്നത്. അതെ. അപ്പം അതാണ് അവർക്കുള്ള പ്രശ്നം. അതാണ് കാരണം ആദ്യം പറഞ്ഞത് ആളുടെ പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അല്ലാന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് നോൺ ബെയിലബിൾ ഒഫൻസ് 75(1) ചേർത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു വീഡിയോ വേ ചെയ്യാൻ പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോസ് പാടില്ല, അത് കുട്ടിക്കെതിരെ ആയി പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു അഭിപ്രായമല്ലേ. അത് ഇപ്പൊ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. എനിക്ക് കോടതിയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു പേപ്പർ വർക്ക് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലേറ്റ് ആവുമായിരിക്കും. അങ്ങോട്ടാണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. RB സനൂപ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനൂപ്, ഇന്നലെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലാപ്ടോപ്പ് ഓഫീസിലാണുള്ളത് എന്നാണ്. പക്ഷെ പിന്നീട് ഷെഡ്യൂൾ ചെയ്തു വെച്ച ആ ലൈവ് വീഡിയോ പുറത്തു വന്നപ്പോൾ അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ ലാപ്ടോപ്പ് ഒളിപ്പിക്കട്ടെ എന്നൊക്കെ. ഇന്നിപ്പോൾ എവിടെ നിന്നാണ് ഈ ലാപ്ടോപ്പ് പിടികൂടിയത്? അമൃത, അതിജീവിതക്കെതിരായിട്ടുള്ള അധിക്ഷേപത്തിൽ മുഖ്യ തെളിവായിട്ട് പോലീസ് ഹാജരാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ലാപ്ടോപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അത് കണ്ടെടുക്കാൻ വേണ്ട ശ്രമം സൈബർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയതും. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ ഇത് ടെക്നോ പാർക്കിലെ തന്റെ ഓഫീസിലാണ്, വീട്ടിലില്ല എന്നുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ പോലീസ് വീട്ടിലെത്തിച്ച് പരിശോധന നടത്തി. അതിനുശേഷമാണ് ലാപ്ടോപ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഈ പരിശോധിക്കുന്ന സമയത്തും ലാപ്ടോപ്പ് വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് രാഹുൽ ഈശ്വറിന്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ ടെക്നോ പാർക്കിലെ ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ് വീട്ടിലെത്തിക്കുകയും പോലീസ് അത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കോടതിയിൽ ഹാജരാക്കും. അതിനോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറിനെയും അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായിട്ട് തിരുവനന്തപുരത്തെ സൈബർ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തിരുവനന്തപുരം ജില്ലാ കോടതിയിലേക്ക് ഹാജരാക്കുക. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിജീവിത നേരിട്ടെത്തിയാണ് സൈബർ ആക്രമണത്തിൽ പരാതി നൽകിയത്. അതിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. 1ാം പ്രതി മഹിളാ കോൺഗ്രസ് നേതാവായിട്ടുള്ള രജിത പുളിക്കലാണ്. 2ാം പ്രതി അഭിഭാഷകയായിട്ടുള്ള ദീപ ജോസഫും 3ാം പ്രതി ദീപ ജോസഫ് എന്ന പേരിലുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുമാണ്. 4ാം പ്രതി സന്ദീപ് വാര്യറും 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വറും. ഈ രാഹുൽ ഈശ്വറിനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം, പോലീസ് തന്നോട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ താൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് പോസ്റ്റുകൾ ഇടും, വീഡിയോ തയ്യാറാക്കും എന്നുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറഞ്ഞത്. സുപ്രീം കോടതിയെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടക്കുന്നത്. താൻ വീഡിയോ ചിത്രീകരിക്കുന്ന പോലീസ് ആവശ്യപ്പെടുന്നു. പക്ഷെ താൻ അത് ഇനിയും ചെയ്യുമെന്നുള്ള കാര്യം രാഹുൽ ഈശ്വർ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സൈബർ സ്റ്റേഷനിലാണ് നിലവിൽ രാഹുൽ ഈശ്വർ ഉള്ളത്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക.